സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി പിവറ്റ് ടേബിളിനെ കുറിച്ചും ഡാഷ്ബോർഡിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. ഡാഷ്ബോർഡിൽ ഉപയോഗിക്കുന്ന സ്ലൈസറുകൾ ഉപയോഗിച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതും സ്ലൈസറിന് പകരം ടൈം ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന രീതിയും കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സൽ വർക്ക് ബുക്കിൻ്റെ അല്ലെങ്കിൽ വർക്ക് ഷീറ്റിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അതായത് എക്സൽ വർക്ക് ഷീറ്റുകൾ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, ഡാറ്റ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ആക്സിഡൻ്റലി മാഞ്ഞു പോവാതെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് അയച്ചു കൊടുക്കുന്ന ആൾ അതിൽ മാറ്റം വരുത്താതിരിക്കാൻ എന്തൊക്കെ ടൂൾസുകളാണ് എക്സൽ ഉള്ളത്, അതേപോലെ ഒരു വർക്ക് ബുക്ക് തന്നെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം, റേഞ്ച് മാത്രമായിട്ട് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. നമ്മുടെ സാമ്പിൾ ഡാറ്റ ആണ്. നമുക്കറിയാം, ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഈ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതിനനുസരിച്ച് ഇവിടെ ഫോർമുല ആയതുകൊണ്ട് ഇവിടുത്തെ മാറും. ഈ ഫോർമുല വേണമെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമുലയാണ്. അത് ഈ ഫോർമുലയിൽ വേണമെങ്കിൽ ചേഞ്ച് വരുത്താം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനും പറ്റില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ നമുക്ക് ഇതിൽ ചില കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്യാവുന്ന രീതിയിൽ, ചില സംഗതികളൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഷീറ്റിനെ മൊത്തമായോ അല്ലെങ്കിൽ സെലക്റ്റഡ് റേഞ്ചിനെ മാത്രമായിട്ടോ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഒന്നെങ്കിലും ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽ എടുക്കാം, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞ മാതിരി ഇതന്നെ കിട്ടാൻ Ctrl+1 എടുക്കാം. ഇതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചാണ്. ഇതിൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലോക്ക്ഡ്, ഹിഡൻ എന്നൊക്കെ കാണാം. പക്ഷേ ഇവിടെ ഒരു കമൻസ് ഉണ്ട്, എന്ത്, ലോക്കിംഗ് സെൽ ഓർ ഹൈഡിങ് ഫോർമുല ഹാസ് നോ ഇഫക്റ്റ് അണ്ടിൽ യു പ്രൊട്ടക്ട് ദ വർക്ക് ഷീറ്റ്. പ്രൊട്ടക്ട് വർക്ക് ഷീറ്റ് എവിടുന്നാ ചെയ്യേണ്ടത്? റിവ്യൂ ടാബ് എടുക്കുക, പ്രൊട്ടക്ട് ഗ്രൂപ്പ് എടുക്കുക, അതിൽ പ്രൊട്ടക്ട് ഷീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ. അല്ലാതെ ഇത് നമ്മൾ ഇവിടുന്ന് വെറുതെ ഓക്കെ അടിച്ചുകൊണ്ട് ഇതൊന്നും പ്രൊട്ടക്റ്റഡ് ആവുകയില്ല. കേട്ടോ, നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ അവിടെ ലോക്ക്ഡ് എന്നൊക്കെ കണ്ടെങ്കിലും നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ മൊത്തം ഇവിടെ എൻ്റയർ സെല്ല് സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ Ctrl+1 അടിച്ച് ഇവിടെ ലോക്ക്ഡ് ആണ് ഓൾറെഡി. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ രീതി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ ലോക്ക് ആവുന്നില്ല. ലോക്ക് ആവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ റിവ്യൂ ടാബിൽ പോയി ഇവിടെ പ്രൊട്ടക്ട് ഷീറ്റ് എന്ന് കൊടുക്കാം. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ നമുക്ക് അലോ ചെയ്യാം, യൂസർക്ക് അലോ ചെയ്യാം എന്നുള്ളതൊക്കെ ഇവിടെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ സെലക്ട് ലോക്ക്ഡ് സെല്ലും സെലക്ട് അൺലോക്ക്ഡ് സെല്ലാണ്. ഇത് ഓരോന്ന് വെച്ചറിയാം. ഫോർമാറ്റ് സെല്ല്, ഇൻസേർട്ട് റോ, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം? പാസ്വേഡ് കൊടുക്കണം. 123 എന്നുള്ള പാസ്വേഡ് നമ്മൾ കൊടുക്കുക. റീ എൻ്റർ പാസ്വേഡ് ചോദിക്കും. 123 എന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി നമ്മുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഡിലീറ്റ് ചെയ്താൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എറർ മെസ്സേജ് വരും. ആർക്കും ഒരു എഡിറ്റിങ്ങും ഇവിടെ നടത്താൻ സാധ്യമല്ല. മാത്രമല്ല, നമ്മൾ ഹൈഡ് എന്ന് കൊടുത്തത് കൊണ്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒന്നും ഒരു ഫോർമുലയും നമുക്ക് കാണിക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് എവിടെ ഒരു സെല്ലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇത് ആർക്കും എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വേഗം വീണ്ടും നമ്മൾ പാസ്വേഡ് അയച്ചു കൊടുത്ത ആളായിരിക്കണം, പാസ്വേഡ് അറിയുന്ന ആളായിരിക്കണം. റിവ്യൂ ടാബിൽ അൺപ്രൊട്ടക്ട് ഷീറ്റ് എന്നുള്ള ബട്ടൺ അമർത്തി 123 അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിത് പഴയ പോലെ എന്തായി, ഒക്കെ ഡിലീറ്റ് ആവും, എഡിറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. നമുക്കിവിടെ പോയി നോക്കിയാൽ Ctrl+1 അടിച്ച് ഇവിടെ പോയി നോക്കിയാൽ അവിടെ ലോക്ക്ഡ് ആണ്, ഹിഡൻ ആണ്. ഹിഡൻ എന്ന് പറഞ്ഞാൽ ഫോർമുല മാത്രം ഹൈഡ് ചെയ്യുന്നതാണ്, ബാക്കിയൊക്കെ അവിടെ കാണിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നും നടക്കാത്ത കാരണം എന്താണ്? നമ്മൾ ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഈ രീതിയിൽ എൻ്റയർ ഷീറ്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കുറഞ്ഞ ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം എന്ന് വിചാരിക്കാം. അതായത് ക്വാണ്ടിറ്റി വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, യൂണിറ്റ് പ്രൈസ് എഡിറ്റ് ചെയ്യാം. ഇവിടെ പറ്റില്ല. ഇവിടെ നമ്മൾ ഫോർമുല ഉണ്ട്, ഫോർമുല നമുക്ക് ഹൈഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. ഈ ഭാഗം മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാൻ പാടുള്ളൂ, ബാക്കിയൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ Ctrl+1 അടിച്ച് ഇവിടെ വന്ന് നമുക്ക് ഈ എല്ലാ സെല്ലും ലോക്ക് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇനി അങ്ങനെയല്ല, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സെല്ല് മാത്രം, കോളം മാത്രം, ഇപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കി, ഇടനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് നമുക്ക് ഇത്രയാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഈ ഹെഡിങ് മൊത്തം ആവശ്യമുണ്ട്, നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ മൗസ് കൊണ്ട് ആ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഇനി Ctrl+1 അമർത്തി കഴിഞ്ഞ് നമ്മൾ ഇത് മാത്രം ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ലോക്ക് ചെയ്ത് ഇപ്പോൾ ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം, ഹൈഡ് ചെയ്യാതെ എങ്ങനെ നോക്കാം. നമ്മൾ ഓക്കെ കൊടുത്തു, പക്ഷേ പ്രൊട്ടക്ഷൻ ആവില്ല. നമ്മൾ പ്രൊട്ടക്ട് ഷീറ്റ് എടുത്തിട്ട് 123
ഓക്കെ കൊടുക്കുക, വീണ്ടും റീടൈപ്പ് ചെയ്യുക, 1 2 3 കൊടുത്തു. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പ്രശ്നമാണ്. ഓക്കെ പറയും. അതേസമയം ഈ ക്വാണ്ടിറ്റി 3 എന്നുള്ളത് നമുക്ക് 4 ആക്കുന്നതിന് തടസ്സമില്ല. കാരണം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട സെല്ലുകൾ ഇത് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തത്, പ്രൊട്ടക്ട് ചെയ്യേണ്ട മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇനി നേരത്തെ പോലെ നമുക്ക് ഇതൊന്ന് ഹൈഡ് ചെയ്യണമെന്നും കൂടി ആണെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് Ctrl 1. ഈ പ്രൊട്ടക്റ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൺപ്രൊട്ടക്ട് ചെയ്യാതെ നമ്മൾ Ctrl 1 ഒന്നും വർക്ക് ചെയ്യില്ല. ഉണ്ടോ, ഇവിടെ കുറേ കാര്യങ്ങൾ ഡിസേബിൾഡ് ആണ്. നമ്മൾ പലതും എടുത്ത് നോക്കിയാൽ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ഷീറ്റ് ആയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ റിവ്യൂവിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ എന്തെങ്കിലും സെലക്ട് ചെയ്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഫോർമാറ്റ് സെല്ലാണ് Ctrl 1 നമ്മൾ എടുക്കുന്നത്. അതൊക്കെ എന്താണ്, ഡിസേബിൾഡ് ആണ്. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് എടുത്ത് ക്ലിക്ക് ചെയ്ത് 1 2 3 കൊടുത്ത് ഇനി അൺപ്രൊട്ടക്റ്റഡ് ആക്കണം. ഇനി നമുക്കറിയാം ഇത് മാത്രം നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇനി Ctrl 1 അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹിഡൻ എന്നും കൂടി കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം, ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ 1 2 3 തന്നെ ഓർക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. 1 2 3 കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്താൽ ഇവിടെ ഫോർമുല കാണിക്കേണ്ടതാണ്. ഫോർമുല ബാറിൽ ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം നമ്മൾ ഫോർമുല ആഡ് ചെയ്തു. അതേസമയം ഫോർമുല അല്ലാത്ത ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഫോർമുല ബാറിൽ കാണിക്കും. ഫോർമുല മാത്രം നമ്മൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ഷൻ ആക്കാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ അവിടെ മാത്രം പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇവിടെ ഒന്നും പ്രൊട്ടക്ഷൻ ഇല്ല. ഇവിടെ ഈ സെല്ലൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റർ സെല്ല് നമ്മൾ എന്ത് ചെയ്തില്ല, സെലക്ട് ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. ആ രീതിയിൽ ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യാം. അതല്ലാതെ നമുക്ക് മറ്റൊരു രീതി കൂടി ചെയ്യാം. നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ മാത്രം, ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്ത് അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രം എഡിറ്റിംഗ് നടക്കും. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേറെയും കുറേ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു സ്കോർ ഷീറ്റിന്റെ ഉദാഹരണം എടുത്താൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് റേഞ്ച് ക്രൈറ്റീരിയകൾ മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോന്നും ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് പിടിച്ച് പിന്നെ കൺട്രോൾ അമർത്തി ഇവിടെ സെലക്ട് ചെയ്ത് ഒക്കെ വേണം. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആകെ എൻ്റർ ചെയ്യേണ്ട സാധനം ഈ സ്കോർ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ മതി, അൺപ്രൊട്ടക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി എൻ്റർ ഷീറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെയും റോൻ്റെയും കോളത്തിൻ്റെയും ഈ കോളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ഷീറ്റ് സെലക്ട് ആവും. നമ്മൾ Ctrl 1 അമർത്തി ഇവിടെ മുഴുവൻ ലോക്ക്ഡ് ആണ് നമ്മൾ ഉറപ്പുവരുത്തി. ലോക്ക്ഡ് ആണ്, ഫോർമുല ഹിഡൻ ആണ്, ഫോർമുല നോക്കിയാൽ കാണൂല. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇത് ഓക്കെ കൊടുത്ത് ഉറപ്പ് വരുത്തി. ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ മാത്രം എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കണം. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാണ്. കൺട്രോൾ കീ വിടരുത്, പോവും. അപ്പോൾ അങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇപ്പോൾ ഇത് മാത്രം നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. ഇനി നമ്മൾ Ctrl 1 അമർത്തി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോക്കും ഹിഡനൊക്കെ നമ്മൾ ഒഴിവാക്കി ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ പ്രൊട്ടക്ട് ഷീറ്റ് കൊടുത്ത് നോക്കാം. 1 2 3 അഗെയിൻ 1 2 3 കൊടുത്തു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, പേര് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല, ഈ ഭാഗം എഡിറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു സെല്ലും നമുക്ക് ഇവിടെ ഒന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എൻ്റയർ ഷീറ്റ് ലോക്ക്ഡ് ആണ്, നമ്മൾ ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ 15 എന്നുള്ള 25 ആക്കാൻ പ്രശ്നമില്ല. അതേസമയം ഇവിടെ നമുക്ക് ഫോർമുല കാണുന്നില്ല. ഇവിടെ ഇതൊരു ഫോർമുല ആയിരുന്നു. D+ കിട്ടുന്നത് ഇതിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ 20 ആക്കുമ്പോൾ D+ എന്നുള്ള D എന്നാവും. ഈ ഫോർമുല നമുക്ക് കാണുന്നില്ല. അപ്പോൾ എന്ത് ഫോർമുല ആണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് അറിയേണ്ട എന്നാണെങ്കിൽ നമുക്ക് ഫോർമുല ഹൈഡ് ചെയ്യാം. പിന്നെ ഫോർമുല ഒന്നും നമുക്ക് ഇയാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അത് അൺലോക്ക് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്തു, പ്രൊട്ടക്റ്റഡ് എന്ന് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അൺലോക്ക് ചെയ്ത സെല്ലുകൾ മാത്രമാണ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ മൊത്തം സെലക്ട് ചെയ്ത് കൺട്രോൾ അമർത്തി പിടിച്ച് ഓരോന്നും സെലക്ട് ചെയ്യുന്നതിന് പകരം എൻ്റയർ ഷീറ്റ് നമ്മൾ ആദ്യം ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അൺലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ലോക്കിങ് ഹൈഡ് ചെയ്യുന്നതും വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറഞ്ഞ റേഞ്ചുകൾ മാത്രം അൺലോക്ക് ചെയ്ത് വെച്ച് ബാക്കിയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്തു. ഇനി നമുക്ക് ചില റേഞ്ചുകൾ മാത്രം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത പോലെ മറ്റു രീതിയിൽ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിവിടെ അൺപ്രൊട്ടക്ട് ചെയ്യാണ് സൗകര്യത്തിന്. പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പല കമാൻഡുകൾ ഡിസേബിൾ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അൺപ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ Ctrl 1 എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നമ്മളിവിടെ ഫുള്ളും ലോക്ക്ഡ് എന്നുള്ളത് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാം ലോക്ക്ഡ് ആണ്. നമ്മൾ ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്താൽ, അപ്പോൾ നമ്മൾ ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചില റേഞ്ചുകൾ മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാൻ അനുവദിക്കണം എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തതിന് പകരം നമുക്ക് റേഞ്ചിന് വേണമെങ്കിൽ നെയിമൊക്കെ കൊടുക്കാം. നമ്മളപ്പോൾ എഡിറ്റ് റേഞ്ച് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ന്യൂ റേഞ്ച് ചോദിക്കുന്നു. റേഞ്ച് 1 എന്നുള്ളതിന് പകരം നമുക്ക് പേര് കൊടുക്കാം. ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ള ഹെഡിങ് നമ്മൾ കൊടുക്കുന്നു. ക്വാണ്ടിറ്റി എന്നുള്ള
കോളം നമ്മൾ കൊടുക്കുന്നു, അതൊന്ന് സെലക്ട് ചെയ്യണം. ക്വാണ്ടിറ്റി എന്നുള്ള കോളം നമ്മളിവിടെ എഡിറ്റ് ചെയ്യാം. ഹെഡിങ് അല്ല, ബാക്കി വാല്യൂസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇനി അതിനൊരു പാസ്വേഡ് ഓപ്ഷൻ നമുക്ക് പാസ്വേഡ് കൊടുത്തു വെക്കുന്നു. 1 2 3 എന്നാണ് നമ്മൾ സൗകര്യത്തിന് ഉപയോഗിക്കുന്നത്. ഓക്കെ കൊടുത്തു. റീ എൻ്റർ പാസ്വേഡ് അതും കൊടുത്തു. ഇപ്പം നമുക്കൊന്നായി. ഇനി അടുത്തത് യൂണിറ്റ് പ്രൈസ് വേണമെങ്കിൽ നമുക്ക് ന്യൂ എന്ന് കൊടുത്ത് നമ്മുടെ റേഞ്ച് നമ്മൾ യൂണിറ്റ് പ്രൈസ് എന്ന് കൊടുക്കാം. അതിൻ്റെ റേഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മൊത്തം സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു. പാസ്വേഡ് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം. ഞാൻ സൗകര്യത്തിന് ഓർത്ത് വെക്കാൻ 1 2 3 1 2 3 എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തു. ഇനി അപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഷീറ്റ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ 1 2 3 ഓക്കെ 1 2 3 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ നേരം പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഇവിടെ 5 എന്ന് കൊടുക്കാൻ പറ്റും, ഇവിടെ 6 എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ റേഞ്ച് ഒരു പ്രാവശ്യം നമ്മൾ പാസ്വേഡ് കൊടുത്തോടെ ഈ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. അപ്പോൾ പാസ്വേഡ് അറിയുന്ന ആൾക്ക് മാത്രം ഈ റേഞ്ച് എഡിറ്റ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ ഫോർമുല ഹൈഡാണ്, ഇവിടെ ഒന്നും എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ അടിച്ച് നോക്കിയാൽ അറിയാം. ഈ 2 കോളത്തിൽ മാത്രമാണ് നമ്മൾ ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ എഡിറ്റ് റേഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് ഒറ്റ പാസ്വേഡ് ആദ്യം കൊടുത്തു പോയതുകൊണ്ട് അങ്ങനെ തന്നെ വരുന്നു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചില റേഞ്ചുകൾ മാത്രം നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ പോലെ അത് ആ രീതി നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അൺപ്രൊട്ടക്റ്റ് എടുക്കണം. ഇവിടെ ഇപ്പം പ്രൊട്ടക്റ്റ് എന്നുള്ള ഭാഗം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഡിസേബിൾഡ് ആണ്. നമുക്ക് ഇനി ഇതിൽ ഈ റേഞ്ച് എഡിറ്റ് ചെയ്യേണ്ട ആക്കണം, ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട എന്നൊക്കെ ആക്കണമെങ്കിൽ, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അൺപ്രൊട്ടക്റ്റ് എടുത്ത് അപ്പോൾ അവിടെ പാസ്വേഡ് കൊടുത്ത് അപ്പോൾ മാത്രമാണ്. അപ്പോൾ എല്ലോ ലിസ്റ്റ് എടുക്കാം. ഈ ക്വാണ്ടിറ്റി നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ റേഞ്ച് മോഡിഫൈ ചെയ്യാം. അതെല്ലാം അതിന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പ്രൊട്ടക്ട് ഷീറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഇവിടുന്ന് എടുക്കുന്നതിന് പകരം ഇത് ചെയ്തതിൻ്റെ കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അപ്ലൈ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് അല്ല കേട്ടോ, ഇവിടെ നോക്കി അറിയാം ഇപ്പോൾ പ്രൊട്ടക്റ്റഡ് അല്ല. ഇപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റാതാവും. അത് കൊടുക്കുമ്പോൾ ഒന്നും എഡിറ്റിംഗ് പോസിബിൾ അല്ല. എഡിറ്റിംഗ് പോസിബിൾ ആക്കണമെങ്കിൽ ഈ റേഞ്ച് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഷീറ്റിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് റേഞ്ചൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺപ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നുള്ള ഭാഗം കൊടുക്കേണ്ടത്. അതോടുകൂടി നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനേബിൾ ആവും. നമ്മൾ എന്തൊക്കെ ലോക്ക് ചെയ്തിരിക്കണോ അതൊക്കെ ലോക്ക് ആവും. എന്തൊക്കെ റേഞ്ചുകൾ അൺലോക്ക് ചെയ്തിരിക്കണോ അവിടെ മാത്രം എഡിറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമ്മൾ സൗകര്യത്തിന് ഇതൊന്ന് അൺപ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് ഉണ്ട്. ഇതുവരെ നമ്മൾ ഓരോ ഷീറ്റും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണെന്ന് നോക്കാം. പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പാസ്വേഡ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ചോദിക്കും. അതല്ലെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്റ്റ് വർക്ക് ബുക്ക് എന്നുള്ളത് അൺപ്രൊട്ടക്റ്റ് ആയി മാറും. നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു അറിയാൻ വേണ്ടി. 1 2 3 കൊടുത്തു, റീടൈപ്പ് പറയും, 1 2 3 കൊടുത്തു. ഇനി ഇപ്പം നമ്മുടെ വർക്ക് ബുക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. അതേസമയം വർക്ക് ഷീറ്റ് പ്രൊട്ടക്റ്റഡ് അല്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ എന്ത് എഡിറ്റ് ചെയ്യുകയാണെങ്കിലും പറ്റും, കണ്ടോ, ഇവിടെ എഡിറ്റിംഗ് ഒക്കെ പറ്റും. വർക്ക് ഷീറ്റ് വേറെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. വർക്ക് പ്രൊട്ടക്റ്റഡ് ആയാലും എന്തൊക്കെ നോക്കാം. നമ്മളിപ്പോൾ ഒരു ഷീറ്റ് ആഡ് ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ഇത് വർക്ക് ചെയ്യില്ല. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യാൻ നോക്കിയാൽ കനോട്ട് ബി ചേഞ്ച് എന്നുള്ള മെസ്സേജ് വരും. ഇനി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻസേർട്ട്, ഡിലീറ്റ്, റീനെയിം, മൂവ് ഓർ കോപ്പി ഒക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ നമുക്ക് വർക്ക് ഷീറ്റ് നമുക്ക് വേറെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഈ ഷീറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത അതേപോലെ പാസ്വേഡ് ഒക്കെ കൊടുത്ത് ഇവിടെയൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനേബിൾ ചെയ്യാം. സെലക്ഷൻ വരെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ചെയ്താൽ മതി. സെലക്ട് ലോക്ക്ഡ് സെൽ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ വരെ ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതൊക്കെ ഇനേബിൾ എന്നുള്ളതൊക്കെ ഡിസേബിൾ ആയി മാറും. പിന്നെ നമുക്ക് ഇത് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പാസ്വേഡ് കൊടുത്തത് കൊണ്ട് അതിന് വീണ്ടും പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് കൊടുക്കാതെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെലക്ഷൻ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഡിസേബിൾ ആണ്. അപ്പോൾ നമുക്ക് പാസ്വേഡ് ഇല്ലാതെ ജസ്റ്റ് ചെയ്താൽ ഇവിടെ സെലക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സെലക്ഷൻ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതൊന്നും ഇനേബിൾ ആവില്ല. അതേസമയം നമുക്ക് മാറ്റണമെങ്കിൽ റിവ്യൂ പോയി ഈ സെലക്ഷൻ ഒന്ന് ഒഴിവാക്കിയാൽ നമ്മൾ പാസ്വേഡ് കൊടുക്കാത്തതുകൊണ്ട് നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നില്ല എന്ന് മാത്രം. അപ്പം അങ്ങനെ വർക്ക് ഷീറ്റും വർക്ക് ബുക്കും അതേപോലെ റേഞ്ചുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. പുതിയ കാര്യങ്ങളുമായി പുതിയ ലെസണിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.